അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹയാത്തു സ്വഹാബയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുമുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കേൾക്കാനിരിക്കുന്ന ആ കഥയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. തീ തുപ്പുന്ന നട്ടുച്ച സമയം. സൂര്യൻ മധ്യത്തിൽ നിന്നും തെറ്റാൻ തുടങ്ങി. അപ്പോൾ മരുഭൂമിയുടെ ഏതോ ഒരു ദിക്കിൽ നിന്നിരുന്ന നുഐം ഇബ്നു അബ്ദുല്ല കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കാനിടയായി. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നുഐം തിരിഞ്ഞു നോക്കി. നുഐം കണ്ടത് ഊരിപ്പിടിച്ച വാളുമായി ആരോ കുതിരപ്പുറത്ത് വരുന്നതാണ്. ആരാണത്? അതെ, ഉക്കാള ചന്തയിലെ മല്ലന്മാരെ മലർത്തിയടിച്ച, പിൽക്കാലത്ത് കിസ്റയെയും കൈസറിനെയും കിടുകിടാ വിറപ്പിച്ച ഖത്താബിന്റെ മകൻ ഉമർ. ജ്വലിക്കുന്ന കണ്ണുകളുമായി വിറയ്ക്കുന്ന ശരീരവുമായി ഉമർ തന്റെ അടുത്തെത്തി. ഞാൻ ചോദിച്ചു, ഉമറെ, എവിടെ പോവുകയാണ്? ഉമർ പറഞ്ഞു, ഖുറൈശികളെ ഭിന്നിപ്പിക്കുന്ന ആ പുതിയ മതവുമായി വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ തന്നെയാണ്. അത് കേട്ട ഞാൻ പറഞ്ഞു, എങ്കിലും നിന്റെ പോക്ക് ശരിയല്ല. ഉമർ പറഞ്ഞു, ഓ ഞാൻ, നീയും പിഴച്ചുപോയോ? എങ്കിൽ നിന്നിൽ നിന്നായിരിക്കും എന്റെ തുടക്കം. അത് കേട്ട ഞാൻ പറഞ്ഞു, നിന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സെയ്ദും ഇസ്ലാം സ്വീകരിച്ചു മറേ. അത് കേട്ട് ഉമർ അമ്പരന്ന് പോയി. എന്റെ സഹോദരിയോ? ഖത്താബിന്റെ മകൾ ഫാത്തിമയോ? പ്രവാചകനെ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരുന്ന ഉമർ തന്റെ സഹോദരിയുടെ ഭർത്താവായ സഈദ് ബിൻ സെയ്ദിന്റെ വീട്ടിൽ തിരക്കിട്ട് പാഞ്ഞു. അവിടെ അവർ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവുമായി പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്നെത്തി ഉമറിന്റെ കർണപടങ്ങളിലേക്ക് ഖുർആൻ ഓതുന്ന ശബ്ദം ചെന്നെത്തി. ദേഷ്യം കൊണ്ട് ഉമർ കതകിൽ ആഞ്ഞടിച്ചു. ആരെന്ന ചോദ്യത്തിന് ഉമർ എന്ന മറുപടിയും. രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയിൽ ഖബ്ബാബ് ഒരു മൂലയിൽ ഓടിയൊളിച്ചു. പെട്ടെന്ന് അവർ വസ്ത്രത്തിനിടയിൽ ഏടിനെ ഒളിപ്പിച്ചതിന് ശേഷം കതവ് മെല്ലെ തുറന്നു. അപ്പോൾ ഉമർ ചോദിച്ചു, ഞാനിവിടെ വന്നപ്പോൾ എന്തോ പാടുന്ന ശബ്ദം കേട്ടല്ലോ, എന്താണത്? അവർ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഉമർ അവരുടെ മേൽ ചാടി വീണു വല്ലാതെ ഉപദ്രവിച്ചു. തന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് കണ്ട് സഹായിക്കാൻ ചെന്ന ഫാത്തിമയുടെ മുഖത്തും ഉമർ ആഞ്ഞടിച്ചു. ഫാത്തിമയുടെ മുഖത്ത് നിന്ന് ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ധൈര്യം കിട്ടി അവർ ഇങ്ങനെ അലറി, അള്ളാഹുവിന്റെ ശത്രുവേ, അള്ളാഹുവിനെ വിശ്വസിച്ചതിനാണോ അടിച്ചത്? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് ഉമറിന്റെ ജീവിതത്തിലെ ഹിദായത്തിന്റെ വഴി തുറന്നു. നിമിഷങ്ങൾക്ക് ശേഷം ചോരയിൽ കുളിച്ചു നിൽക്കുന്ന തന്റെ സഹോദരിയെ കണ്ട് ഉമർ ഒന്ന് തണുത്തു. പെട്ടെന്ന് വസ്ത്രത്തിനിടയിൽ നിന്നും ഏടി താഴെ വീണു. ഉമർ അതിനായി കൈനീട്ടി. ഇല്ല ഉമറേ, നിനക്ക് ശുദ്ധിയില്ല, പോയി കുളിച്ചു വരൂ. അനുസരണയുള്ള കൊച്ചു കുഞ്ഞിനെ പോലെ ഉമർ കുളിച്ചു വന്നു. സഹോദരി കൊടുത്ത ഏടിലെ ആദ്യ ഭാഗം വായിച്ചു. അത് ഇപ്രകാരമായിരുന്നു: എന്ന് തുടങ്ങുന്ന ഏതാനും ആയത്തുകൾ പാരായണം ചെയ്തു. അത് ഉമറിന്റെ കടുത്ത ഹൃദയത്തിൽ തുളച്ചു കയറി. അങ്ങനെ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുവായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ ഇസ്ലാമിന്റെ സഹായിയും സംരക്ഷകനുമായി മാറി. ബഹുമാന്യരെ, ഈ കഥ നമ്മോട് പറയുന്ന ഗുണപാഠം എന്താണ്? ഒന്ന്, ഹിദായത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഈ കഥയിൽ അള്ളാഹു ഉമറിന് ഹിദായത്ത് നൽകി. രണ്ട്, ഉറച്ച ഈമാൻ വേണം, അതായത് ഉമറിന്റെ സഹോദരി ഫാത്തിമയെ പോലെയുള്ള ഈമാൻ. മൂന്ന്, ഖുർആനിന്റെ വാക്കുകൾ ഹൃദയങ്ങളെ ഉരുക്കാൻ കഴിയുന്ന അമാനുഷികതകളാണ്. അസ്സലാമു അലൈക്കും.